വായിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവർ. അവർ പ്രാർത്ഥിക്കുക, അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ വിശദീകരിക്കുക. ഒന്നാമത് അവർക്ക് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലാത്ത ആൾക്കാരെങ്ങനെ പത്രം വായിക്കണത്? അവർ വായിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ. കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ. കാര്യം ഇവരെത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട്? ഈ 18 പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേര് ആ പത്രം വായിക്കുന്നുണ്ട്? മറ്റുള്ളവൻ്റെ മേൽ വായിക്കുത്തി കയറണം എന്നല്ല, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവന് മോന്തക്കെട്ട് എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും. ബ്ലാക്ക് കവനൻറ്റ്. അതാരാണ്? നിങ്ങൾ ബ്ലാക്ക് ആയത് കൊണ്ടാണ് കവനൻറ്റ് ബ്ലാക്ക് ആകണത്. വൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ദൈവസ്നേഹം നിറയും. എന്നിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും. അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത്. അതിലേക്ക് വരണം. കാര്യം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും